പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പം 2025 അവസാനിക്കാൻ പോകും. മലയാള സിനിമയെ സംബന്ധിച്ച് 2025 മികച്ചൊരു കൊല്ലം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. ലാലേട്ടൻ തൊട്ടതെല്ലാം പൊന്നാക്കിയ കൊല്ലമായിരുന്നു 2025. 2024 പറ്റി നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ലാലേട്ടൻ തീർന്നു, ലാലേട്ടൻ അവസാനിച്ചു, ലാലേട്ടൻ്റെ ഭാവം വരില്ല. ലാലേട്ടൻ്റെ പഴയ ചിത്രങ്ങൾ കണ്ട് മോഹൻലാൽ ആരാധകർ സായുജ്യമണയത്തെ കൊണ്ടിരിക്കുന്ന അതിൽ നിന്ന് വ്യത്യസ്തമായി 2025 പിറന്നപ്പോൾ വമ്പൻ ഹിറ്റുമായിട്ടാണ് ലാലേട്ടൻ മുന്നോട്ട് വന്നത്. ആ ഓളങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ലാലേട്ടൻ 2 ചിത്രങ്ങളോട് വരാനുണ്ട്, ബബ്ബബയും ഋഷഭയും. അതിൻ്റെ കളക്ഷൻ വരുന്നതിന് മുമ്പ് 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 5 നായകന്മാരുടെ ലിസ്റ്റ് ഓർത്ത് വന്നപ്പോൾ അതിലത് മലയാളത്തിൽ നിന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് മോഹൻലാലാണ് എന്നുള്ളതാണ്. നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അക്ഷയ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. 1,093 കോടി 41 ലക്ഷം രൂപയാണ് അക്ഷയകുമാറിൻ്റെ 2025 പ്രകടനത്തിന് കിട്ടിയിരിക്കുന്നത്. വില്ലൻ വേഷമായിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്തത്. ചാവ, ദുരന്തൻ, ഈ 2 ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ വില്ലൻ വേഷം. ഇതിന് രണ്ടും കൂടെ ചേർത്താണ് 993 കോടി 41 ലക്ഷം രൂപ അക്ഷയ ഖന്ന എന്ന് പറയുന്ന ഹിന്ദി നടൻ തൂത്തുവാരി. മറ്റൊരു 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഋഷഭ് ഷെട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ കാന്താര പ്രസിദ്ധമായ ചിത്രമാണ്. കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1. ഈ 2 ചിത്രങ്ങളിലൂടെ അദ്ദേഹം നേടിയത് 852 കോടി 16 ലക്ഷം രൂപയാണ്. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് വിക്കി കൗശലാണ്. ചാവ എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ അദ്ദേഹം നേടിയത് 807 കോടി 91 ലക്ഷം രൂപയാണ്. അദ്ദേഹം ഒറ്റ ചിത്രത്തിലെ നായകനായുള്ളൂ. അതിൽ നിന്ന് തന്നെ 807 കോടി 91 ലക്ഷം രൂപ നേടിയെന്നുള്ളതാണ്. 4ാം സ്ഥാനത്ത് നിൽക്കുന്നത് അക്ഷയകുമാറാണ്. ഔഫുൾ എന്ന ചിത്രവും പുളി LLB 3 ഉൾപ്പെടെ 4 ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെതായുള്ളത്. 755 കോടി 30 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ കളക്ഷൻ. അക്ഷയകുമാർ. ഇനിയും നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ലാലേട്ടൻ 3 ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നത്. എമ്പുരാൻ, തുടരും, ഹൃദയപൂർവ്വം. ഈ 3 ചിത്രങ്ങളിൽ നിന്ന് ലാലേട്ടൻ തൂത്തുവാരിയത് 578 കോടി 45 ലക്ഷം രൂപയാണ്. 578 കോടി 45 ലക്ഷം രൂപ. നമുക്കിത് ചിന്തിക്കാൻ പറ്റുന്നതിന് മുകളിലല്ലേ. 500 കോടിയൊക്കെ ഒരു 2025 നേടുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് മലയാള സിനിമ ചെറിയൊരു ഇൻഡസ്ട്രി. അവിടെ ലോകമെമ്പാടുമുള്ള ആൾക്കാർ കണ്ടാൽ മാത്രമേ ഈ കളക്ഷനൊക്കെ നേടാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു മലയാളത്തിൻ്റെ തന്നെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ഭീമമായ തുക ലാലേട്ടൻ്റെ ചിത്രങ്ങൾക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കളക്ഷൻ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ലാലേട്ടൻ്റേതായി ബബ്ബബ എന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം വരാനിരിക്കുന്നു. ഋഷഭ എന്ന ചിത്രം വരാൻ പോകുന്നു. ഈ 2 ചിത്രങ്ങളിലേക്കുള്ള കളക്ഷൻ ചേർത്ത് വെക്കുമ്പം ഒരുപക്ഷെ 2ലേക്കോ 1ലേക്കോ എത്താൻ സാധ്യതയുണ്ട്. അത് ആ ചിത്രത്തിൻ്റെ കളക്ഷൻ എത്ര കിട്ടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റിലീസിങ് ചിത്രങ്ങളുണ്ടായിരുന്നു. അതെല്ലാ ചിത്രങ്ങളും വൻ വിജയം നേടിയതാണ്. അപ്പോൾ ഈ 3 ചിത്രങ്ങളുടെ കളക്ഷൻ മാത്രമാണ് 578 കോടി 45 ലക്ഷം രൂപ. പുതിയ ലിസ്റ്റ് ഇറങ്ങിയപ്പോൾ ലാലേട്ടൻ മാത്രമേ ഉള്ളൂ മലയാളത്തിൽ നിന്നുള്ളത്. പിന്നെ വേറെ ആര് വേണം അല്ലേ? ലാലേട്ടനല്ലാതെ പിന്നെ വേറെ ആര്? ഒരുപക്ഷെ ഈ 500 കോടി എന്ന് പറഞ്ഞാൽ ചിലവരുടെ 3-4 കൊല്ലത്തെ സിനിമകളുടെ കളക്ഷൻ എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ ഈ 500 കോടി എത്താൻ സാധ്യതയില്ല. ആ അവസ്ഥയാണ്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു വിജയിച്ച ചിത്രങ്ങളുടെ ലോകം ഒഴിച്ച് വിജയിച്ച ചിത്രങ്ങളെല്ലാം കൂടെ ലോകയും കൂടെ ചേർത്തു. എന്നാലും വിജയിച്ച ചിത്രങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ ഈ തുക എത്തുന്നില്ല. അതായിരുന്നു അവസ്ഥ. അപ്പം ലാലേട്ടൻ ഒരു വയലിനും ബാക്കിയുള്ള എല്ലാ നായകന്മാരുടെ വിജയിച്ച എല്ലാ നായകന്മാരുടെ ചിത്രങ്ങളും കൂടെ കൂട്ടി വെച്ചാൽ ഈ തുക എത്തില്ല എന്നുള്ളതാണ് ഏറ്റവും
അതിശയകരമായ കാര്യം. അപ്പോൾ എൽ ബ്രാൻഡ് എന്ന് പറയുന്ന ലാലേട്ടൻ്റെ ശക്തി 2025 മലയാള സിനിമ കണ്ട കൊല്ലമാണ്, ലോകമെമ്പാടും കണ്ട കൊല്ലമാണ്. ഇപ്പം 2025 കഴിയുമ്പോഴും ലാലേട്ട സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. ദൃശ്യത്തിൻ്റെ വമ്പൻ കളക്ഷൻ 2026 നമ്മൾ കണ്ടു. തുടക്കമാണ്, വേട്ട തുടങ്ങിയതേ ഉള്ളൂ. അത് 2026 നമുക്ക് പറയാം. പക്ഷേ 2 ചിത്രങ്ങളും കൂടെ ഈ കൊല്ലം ഇറങ്ങാനുണ്ട്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇങ്ങനെയൊക്കെയാണ് 2025 ലാലേട്ട സിനിമകളുടെയും മലയാള സിനിമയുടെയൊക്കെ വിശേഷങ്ങൾ. അപ്പം പുതിയ പുതിയ വീഡിയോകളും വാർത്തകളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാനെത്താം. അതുവരെ എല്ലാവർക്കും ഒക്കെ ബൈ.